കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂൺ 21-ാം തീയതി നടന്ന ലാബോറട്ടറി അസിസ്റ്റന്റ് മെയിൻ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിശദമായ ഒരു ലേഖനം തന്നെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തൊഴിൽ വാർത്തയിൽ വന്ന കട്ട് ഓഫിനെ സംബന്ധിച്ച് അത് വളരെ വ്യത്യസ്തമായ ഒരു കട്ട് ഓഫ് ആണ് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നതിനെക്കുറിച്ച് വളരെയധികം ടെൻഷൻ അനുഭവിച്ചിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. എന്നോട് പല ഉദ്യോഗാർത്ഥികളും വിളിച്ചു ചോദിക്കുകയുണ്ടായി, സാറേ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വരുന്നത്, അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ രാവിലെ ഞാൻ തൊഴിൽ വാർത്ത കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചൊരു ലേഖനം കാണുകയും അപ്പോൾ അതനുസരിച്ചൊരു ക്ലാസ്സുകൾ എടുത്താൽ അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ക്ലാസ് തയ്യാറാക്കിയത്. അപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ വിവിധ ജില്ലകളിലേക്കായി നടന്ന ലാബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ ഉദ്യോഗാർത്ഥികളുടെ ചോദ്യങ്ങൾ വളരെയധികം വ്യത്യസ്തമായ രീതിയിലായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അടുത്ത കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങളെ ഉൾപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പഹൽഗാം സംബന്ധിച്ച് ചോദ്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മികച്ച തയ്യാറെടുപ്പുകൾക്ക് ഓടി വന്നെത്തിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വളരെയധികം കടുപ്പമേറിയതായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഉദ്യോഗാർത്ഥികളെ വേണ്ട രീതിയിൽ അത് നല്ല പഠന രീതി, അതായത് നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രം സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ അകത്ത് 25 എണ്ണം വിവരണാത്മക സ്വഭാവത്തിലേത് ആയിരുന്നു ചോദ്യങ്ങൾ. 70 പൊതുവിജ്ഞാന ചോദ്യങ്ങളിൽ 25 എണ്ണം വിവരണാത്മക സ്വഭാവത്തിലേത് ആയിരുന്നു. അതുപോലെ തന്നെ ചില ചോദ്യങ്ങളിൽ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, ചില ചോദ്യങ്ങളിലെ തെറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ പിശക് കടന്നുകൂടിയിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് പിശകുകളുള്ള ചോദ്യങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ ചലഞ്ച് ചെയ്താൽ അത് ഡിലീഷൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആദ്യ മത്സരത്തിൽ 5 വിക്കറ്റ് നേട്ടം എന്നാണ് ചോദ്യത്തിൽ. എന്നാൽ വിഘ്നേശ്വർ പുത്തൂർ 3 വിക്കറ്റാണ് ആദ്യ മത്സരത്തിൽ നേടിയത്. അത് ഒരു ചെറിയ തെറ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ വിവിധ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ ഗഹനമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലും ചില ചോദ്യങ്ങളുടെ സൂചികയിൽ നിന്നും ശരിയുത്തരത്തിൽ എത്താൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കട്ട് ഓഫിനെ സംബന്ധിച്ച് പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് ലാബോറട്ടറി അസിസ്റ്റന്റിന്റെ 58-നും 68-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് തൊഴിൽ വാർത്ത പറയുന്നത്. തൊഴിൽ വാർത്ത കണ്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കാണാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഞാൻ പറയുന്നത്. കട്ട് ഓഫ് മാർക്ക് 58-68-നും ഇടയ്ക്കാണ് തൊഴിൽ വാർത്തയിൽ പറയുന്നത്. പൊതുവെ പരീക്ഷ പ്രയാസമായിരുന്നു എന്നുള്ളത് തന്നെ കട്ട് ഓഫ് മാർക്ക് ഈ റേഞ്ചിലേക്ക് എത്താൻ കാരണമാകും എന്ന് ഈ ലേഖനത്തിൽ അവർ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് അറിഞ്ഞ ഏകദേശം ഒരു ധാരണ കിട്ടിയാൽ ആരൊക്കെയാണ് റാങ്ക് ലിസ്റ്റ് എത്താൻ സാധിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരു ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.